ഹലോ എവരി വൺ, മീ വൈസ് ഫ്രം എയിംസ് നാഗ്പൂർ. സോ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ നമ്പർ 2, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് പഠിച്ചു? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണ് ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, എന്ത് ചെയ്യാണ്, മെല്ലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ യെസ്, ഇത്തരം കാര്യങ്ങൾ നോക്കി പോകാനുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ ആദ്യം കാണും. ദെൻ വി വിൽ സി പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് കാണും. ദെൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഇലക്ട്രിക് ഡൈപോൾ കാണും നമ്മൾ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് കാണണം? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ, അതിനുശേഷം നമുക്ക് പിന്നെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസസ് നോക്കാനുണ്ട്. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. പൊട്ടൻഷ്യൽ എനർജി ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഇൻ എൻ എക്സ്റ്റേണൽ ഫീൽഡ്, കറക്റ്റ് അല്ലേ? ദെൻ വി വിൽ സി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാനുണ്ട്. അഗൈൻ ഇറ്റ്സ് എ ഗുഡ് ചാപ്റ്റർ, ആക്ച്വലി ഗുഡ് ഇൻ ദ സെൻസ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എങ്ങനെയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത് വെച്ചാൽ നോക്കിക്കോളെ. കൺസിഡർ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇ ഡ്യൂ ടു എ സം ചാർജ് കോൺഫിഗറേഷൻ. എന്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്, അതുകൊണ്ട് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടാവല്ലോ, കെ ക്യൂ ബൈ ആർ സ്ക്വയർ. ഫസ്റ്റ്, ഫോർ സിംപ്ലിസിറ്റി, കൺസിഡർ ദ ഫീൽഡ് ഇ ഡ്യൂ ടു എ ചാർജ് ക്യൂ പ്ലേസ്ഡ് അറ്റ് ദ ഒറിജിൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഇവിടെ ഒറിജിനിൽ ഒരു ചാർജ് ക്യൂ പ്ലേസ്ഡ് ആണ്. ഓക്കെ, ഇത് ചെയ്ത് ഞാൻ വെച്ചാൽ, നൗ ഇമാജിൻ ദാറ്റ് വി ബ്രിങ് എ ടെസ്റ്റ് ചാർജ്. ഓക്കെ, നമുക്ക് നമ്മളെ കയ്യിലൊരു എന്ത് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ചാർജ് നമ്മുടെ കയ്യിൽ ഒറിജിനിൽ ഉണ്ട്. ഓക്കെ, ഒറിജിൻ നമ്മൾ വെച്ചിരിക്കുകയാണ്, ഒരു ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ചാർജ് നമ്മൾ ഒറിജിനിൽ വെച്ചിരിക്കുകയാണ്. ഈസി അല്ലേ? അപ്പൊ ഈ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ കൊണ്ടുള്ള ചാർജ്, ഈ ക്യൂ ചാർജ് കൊണ്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവല്ലോ, ഒബ്വിയസ്ലി കെ ക്യൂ ബൈ ആർ സ്ക്വയർ ഉണ്ടാവല്ലോ, ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യുന്നത്, വി ബ്രിങ് എ ടെസ്റ്റ് ചാർജ് സ്മോൾ ലെറ്റർ ക്യൂ ഫ്രം എ പോയിന്റ് ആർ ടു പോയിന്റ് ഇത് ആറിന്ന് പിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടെസ്റ്റ് ചാർജ് സ്മോൾ ക്യൂനെ നമുക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യിക്കണം. ഒബ്വിയസ്ലി ഇവിടെ റിപ്പൽഷൻ കാണത്തില്ല, കാരണം എന്താ, രണ്ടും പോസിറ്റീവ് ചാർജ് ആണ്. സോ ഒബ്വിയസ്ലി ദർ വിൽ ബി റിപ്പൽഷൻ. സോ റിപ്പൽസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒബ്വിയസ്ലി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? യെസ്. സി, ഇപ്പൊ നോക്കിക്കോ, നമ്മൾ കോൺസെപ്റ്റ് എന്താണ്? സി, നമുക്കിപ്പം എന്ത് ചെയ്യണം, സ്മോൾ ലെറ്റർ ക്യൂന് എന്ത് ചെയ്യണം, ചാർജ് ക്യൂനെ ആർന്ന് പിയിലേക്ക് കൊണ്ടുവരണം അല്ലേ? ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അപ്ലൈ ചെയ്യേണ്ടി വരും. എക്സ്റ്റേണൽ ഫോഴ്സ് ജസ്റ്റ് ഇനഫ് ടു കൗണ്ടർ ദ റിപ്പൽസീവ് ഇലക്ട്രിക് ഫോഴ്സ് അല്ലെ? ജസ്റ്റ്, അതായത് സിംപിളി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എനിക്ക് എന്തുണ്ട്, പ്ലസ് ക്യൂ ഉണ്ട്, ഇവിടെ എന്റെ കയ്യിൽ സ്മോൾ ക്യൂ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ഇവർ തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ് എന്തായിരിക്കും, ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തായിരിക്കും, കെ ക്യൂ ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്ര, അതിന്റെ സ്ക്വയർ അല്ലേ? സോ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ജസ്റ്റ് ഇനഫ്, ഇറ്റ് മീൻസ് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും, അത് ജസ്റ്റ് ഇതിന് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മൾ പ്രീ റിക്വസിറ്റ് എന്താണ്, external force is just enough to counter the repulsive electric force. This means there is no net force on or acceleration of the charge q when it is brought from r to അല്ലെ? അതിനർത്ഥം ഉദ്ദേശിച്ചത്, നമ്മൾ ക്യൂവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊടുത്ത, ഇപ്പൊ ഇതാണ് നമ്മൾ ക്യൂ എങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്തു എഫ് എക്സ്റ്റേണൽ, ഇങ്ങോട്ടേക്ക് ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ട്. സോ നെറ്റ് ഫോഴ്സ് എന്താണ് ഇവിടെ, സീറോ. നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ ആക്സലറേഷൻ സീറോ. അതായത് ആക്ച്വലി ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മോൾ ക്യൂന് പ്ലസ് ക്യൂന് ആർന്ന് പിയിലേക്ക് കൊണ്ടുവരുന്നത്. യൂണിഫോം വെലോസിറ്റി ഇൻ ദ സെൻസ് ദർ ഈസ് നോ ആക്സലറേഷൻ ബിക്കോസ് ദർ ഈസ് നോ ഫോഴ്സ്. ക്ലിയർ അല്ലേ? This means there is no net force on or acceleration of the charge q when it is brought from r to p. Okay, that is, it is brought with infinitesimally slow constant speed. See, constant speed, see the word constant speed. Okay, so basically നമ്മളൊരു external force ഇവിടെ കൊടുത്തിട്ടുണ്ട്. So the work done by the external force is the negative of the work done by the electric force, as simple as that. അല്ലെ? ക്ലിയർ അല്ലേ? അതായത് ഇങ്ങനെ പറയാം, if the external force is removed on reaching p, the electric force will take the charge away from q. എന്താ കോൺസെപ്റ്റ് നോക്ക്. നമ്മളിപ്പം ആറിന്ന് എന്ത് ചെയ്തു, ആറിന്ന് പിയിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് സ്ലോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ എന്ത് ചെയ്തു, പി വരെ എത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഒബ്വിയസ്ലി എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിൽ അവിടെ വെറും ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് മാത്രമല്ലേ കാണത്തുള്ളൂ.
അതുകൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് മാത്രം കാരണം അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നോക്ക്. ഇൻ ദിസ് സിറ്റുവേഷൻ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് യെസ് negative. If the external force is removed on reaching P, the electric force will take the charge away from Q. The stored energy, that is potential energy at P, is used to provide kinetic energy to the charge Q in such a way that the sum of the kinetic and potential energy is conserved. അതായത് പി വരെ പിന്ന് തിരിച്ചു പോകാനുള്ള എനർജി ആക്ച്വലി എന്താണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കൈനറ്റിക് എനർജി ഇന്ത്യയിൽ നിന്ന് മാറുന്നത്. സിമ്പിളി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിളി നോക്കാം. നമുക്ക് ഓരോന്നിലേക്ക് നമുക്ക് വരാം. The work done by external force in moving a charge Q from R to P. നമുക്ക് R നിന്ന് P യിലേക്ക് കൊണ്ടുവരണം സ്മോൾ ക്യൂവിന്. സോ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡണിന്റെ ഫോർമുല എന്താണ്? വർക്ക് ഡണിന്റെ ഫോർമുല സിമ്പിളി ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. ഇവിടെ നമ്മൾ എഫ് എക്സ്റ്റേണൽ ആണ്, നമ്മൾ R നിന്ന് P യിലേക്കാണ് കൊണ്ടുവരുന്നത്. സോ നമുക്ക് ഇതിന് എന്തെടുക്കാം? R to P F external dot dr. This work done is against electrostatic repulsive force and gets stored as potential energy. നമ്മൾ ആറിന്ന് പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ അത് പിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. So at every point in electric field, a particle with charge Q possesses a certain electrostatic potential energy. This work done increases its potential energy by an amount equal to potential energy difference between points R and P. See the concept. The potential energy difference is UP minus UR. That is work done to R to സംഭവം നമ്മൾ സിംപിളി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റാൻഡം ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ കയ്യിലുണ്ട്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഓക്കെ, ആദ്യം ചാർജ് പി എന്നുള്ളത് വിചാരിച്ചോ, ചാർജ് ക്യൂ അല്ലെ, ചാർജ് ആറിലാണ് ഉള്ളതെങ്കിൽ, നമ്മളെ ക്യൂ ചാർജ് ആറിലാണ് ഉള്ളതെങ്കിൽ ആ സമയത്ത് ആ ചാർജിന്റെ കയ്യിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി യു ആർ. പിയിലാണെങ്കിലോ യു പി. നമുക്ക് ആറിന്ന് പിയിലേക്ക് ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്തായിരിക്കും? വർക്ക് ഡൺ ടു ബ്രിങ് ചാർജ് ഫ്രം ആർ ടു പി ഈസ് യു ആർ മൈനസ് യു പി. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഓക്കെ, ഓൾവേസ് നമ്മൾ ചെയ്തിരുന്നു യു പി മൈനസ് യു ആർ. ഓക്കെ, യെസ്, യു പി മൈനസ് യു ആർ. ഓക്കെ, note here that this displacement is an opposite sense to the electric force. അതാണ് നമ്മൾ ഇത് നെഗറ്റീവ് എടുത്തത്, മൈനസ് ഓഫ്. അതുകൊണ്ടാണ് നമുക്ക് യു പി മൈനസ് യു ആർ എന്ന് കിട്ടിയത്. ക്ലിയർ അല്ലേ? യെസ്. Therefore we can define electric potential energy difference between 2 points is the work required to be done by an external force in moving without accelerating charge Q from one point to another. അല്ലേ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്? എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്? എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിംപിളി എന്ത് പറയാം? ഇറ്റ് ഈസ് ദ വർക്ക് റിക്വയർഡ് ടു ബി ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ മൂവിംഗ് ചാർജ് ക്യൂ ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇവിടെ പറയാനുണ്ട്. ടു റൈറ്റ്സ് നോക്ക്. ഇവിടെ വർക്ക് ഡൺ വെറും യു പി മൈനസ് യു ആർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. That means it means work done by an electrostatic field in moving a charge from one point to another depends only on the initial and final points. Only depends on the initial and final points. Only depend on the initial and the final points, and it is independent of the path taken to go from one point to other. Simply പറയുകയാണെങ്കിൽ ഞാനിപ്പം ആറിന്ന് പിയിലേക്ക് ഇങ്ങനെ വന്നാലും എങ്ങനെ വന്നാലും നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ യു പി ആൻഡ് ആർ. അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ടേക്കൺ ടു ഗോ ഫ്രം വൺ പോയിന്റ് ടു അതർ. ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. The concept of the potential energy would not be meaningful if the work depend on the path. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് potential energy difference in terms of the physically meaningful quantity work. Clearly see. Yes, kanda noku. What is this means that the actual value of potential energy is not physically significant. It is only the difference of potential energy that is significant. Correct alle? Difference alle significant varunathu. We can always add an arbitrary constant alpha to potential energy at every point, since this will not change the potential energy difference. Yes. Clear? Yes. Okay. So simply
ഇനി നമുക്ക് നോക്കിയോ എ കൺവീനിയന്റ് ചോയ്സ് ടു ഹാവ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 0 അറ്റ് ഇൻഫിനിറ്റി. അത് അറ്റ് ഇൻഫിനിറ്റിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. ഓക്കെ, അത് നമ്മൾ കൺവീനിയൻസ് എടുക്കുകയാണ്. അങ്ങനെ എടുത്ത് നമുക്ക് എന്താ പറയാൻ പറ്റും? സോ നമുക്ക് നോക്ക്, യു ടേക്ക് ദ പോയിന്റ് ആർ അറ്റ് ഇൻഫിനിറ്റി, അതായത് നമ്മളിവിടെ ആറില്ലേ ഈ ആറ് നമ്മൾ ഇൻഫിനിറ്റി, അതായത് നമ്മളൊരു ചാർജ് ഇൻഫിനിറ്റിന്ന് പിയിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? അവിടെ വെറും യു പി മാത്രമാണ്, കാരണം യു ഇൻഫിനിറ്റി 0. Since the point P is arbitrary, provides us with a definition of potential energy of a charge Q at any point. So potential energy നമുക്ക് definition കിട്ടി. Potential energy of a charge Q at a point is the work done by the external force in bringing the charge Q from infinity to that point. So what is the definition of potential energy? What is the definition of potential energy? Potential energy of a charge Q at a point is the work done by the external force in bringing the charge Q from infinity to that point. Okay. Yes. അടുത്ത് നമ്മൾ നോക്കുകയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? സോ പൊട്ടൻഷ്യൽ എനർജി സിംപിളി നമുക്ക് ഇൻഫിനിറ്റിന്ന് ഒരു ഏത് പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാണേണ്ടത് അവിടത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ കൊടുക്കേണ്ട വർക്ക് ആണ് അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി. സോ ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണ് വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. എന്താണ്? സിംപിളി നമ്മൾ ഇവിടെ കണ്ടെന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലേ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് കാണാം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് കാണാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ. സിംപിളി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, വി ക്യാൻ സേ എനിത്തിങ്. ഓക്കെ, എന്താണത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അഗൈൻ സിംപിളി പൊട്ടൻഷ്യൽ എനർജി അതേ ഡെഫിനിഷൻ തന്നെയാണ്. നോക്കിക്കോ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. നമുക്കൊരു പോയിന്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയണമെങ്കിൽ ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ദ വർക്ക് ഡൺ by an external agent, always by an external agent in moving. നമ്മൾ നേരത്തെ മൂവ് ചെയ്തത് ഒരു ചാർജ് ക്യൂ ആയിരുന്നല്ലോ. ഇവിടെ നമുക്ക് എന്ത് മൂവ് ചെയ്യണം? ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ക്ലിയർ അല്ലേ? ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് എന്തുകൊണ്ട് മീൻ ചെയ്യും. കണ്ട, വർക്ക് ഡൺ ബൈ an external force in bringing a unit positive charge from point R to P will be C UP minus UR by Q, where VP and VR are the electrostatic potentials at P and R. ക്ലിയർ അല്ലേ? നമ്മളെ മെയിൻ റെഫറൻസ് പോയിന്റ് എന്തൊക്കെയായിരുന്നു? R ഇവിടെ, P ഇവിടെ അല്ലെ. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് UR, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് UP, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ആണ് VR, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ആണ് എന്ത്? The potential at R is VR, potential at P is VP, and UR is the electrostatic potential energy at R, and UP is the electrostatic potential energy at UP. So simply VP minus അല്ലെങ്കിൽ VR minus VP എന്താണ് ആക്ച്വലി? UR minus UP divided by Q അല്ലേ. നമ്മൾ യൂണിറ്റ്, നമ്മൾ എടുക്കുന്ന ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആകുമ്പോഴാണ് രണ്ടും സെയിം ആവും. ഓക്കെ, സോ നമ്മൾ നോക്ക്, വർക്ക് ഡൺ ബൈ an external force in bringing a unit positive charge from infinity to a point is electrostatic potential at that point. Work done by an external force in bringing a unit positive charge from infinity to a point is the electrostatic potential at that point. Clear അല്ലേ? യെസ്. നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ അത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് മാറുന്നു. നമ്മളൊരു സം ചാർജ് ക്യൂവിനെ കൊണ്ടുവരുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് അല്ലെ. നമ്മൾ അത് കണ്ടു. എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, സോ ഇൻഡിപെൻഡന്റ് ഓഫ് പത്ത് നമ്മൾ കണ്ടു. വർക്ക് ഡൺ ഓൺ എ ടെസ്റ്റ് ചാർജ് ക്യൂ ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് due to any given charge configuration is independent of the path and depends only on the initial and final position. ഇവിടുന്ന് കൊണ്ടുവരാൻ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ വേറെ കുറെ ചാർജ് ഉണ്ടെന്നോ പാത്ത് ഏതാണെന്നോ ഒന്നിലും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അല്ലേ? യെസ്. ഇനി എന്താണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്? നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റിന്ന് പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരുന്ന വർക്ക് ഡൺ ആണ് അല്ലെ, ഫോർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. സോ സി നമുക്കടുത്ത പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, നമുക്ക് എന്ത് ചെയ്യാം? ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഡെറിവേഷനിലേക്ക് നോക്കുക? നമ്മൾ ഇപ്പൊ ഇവിടെ ചാർജ് ഉണ്ട്,
ഇവിടെ ഞാനിവിടെ എന്തെടുത്തു, ഒരു പോസിറ്റീവ് പ്ലസ് ക്യൂ ചാർജ്. ഓക്കെ, ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കാണ്, പോയിന്റ് പി. ഇവിടെ ഒരു പോയിന്റ് എടുക്കാണ്, പോയിന്റ് പി. ആ പോയിന്റ് പി ആക്ച്വലി പ്ലസ് ക്യൂ എന്ന് വൈ ഡിസ്റ്റൻസ് അകലെയാണുള്ളത്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് എടുക്കാണ്, പോയിന്റ് ഇ. നമുക്ക് പോയിന്റ് എന്തെടുക്കാം, പോയിന്റ് എ എടുക്കാം. ഇവിടെ പോയിന്റ് എ എടുക്കാണ്. ദറ്റ് ഈസ് ആക്ച്വലി എക്സ് ഡിസ്റ്റൻസ് ഫ്രം ചാർജ്. ഓക്കെ, യെസ്. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഡയറക്റ്റഡ് അലോങ് പി എ അല്ലെ, പ്ലസ് ടു അല്ലേ, സോ അലോങ് പി ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. യെസ്. ഇനി ഞാനൊരു പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇനി നോക്ക്, ഇനി നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് നോക്കിയോ. സോ ഇതാണ് നമ്മള് എന്ത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നോക്കിയോ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് എ എന്തായിരിക്കും കെ ക്യൂ ഡിവൈഡഡ് ബൈ അല്ലെ, കെ ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്താണ്? അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്, നമുക്കൊരു എന്ത് ചെയ്യണം, നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എടുക്കണം. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എടുക്കുന്നു. അതിനെന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് മൂവ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് ഡി എക്സ്. അതായത് ഞാൻ ഇവിടുന്ന് എ എന്ന് ഇങ്ങോട്ടേക്ക്, അലോങ് എ പി ഡയറക്ഷനിൽ ഡി എക്സ് ഡിസ്റ്റൻസ് എന്ത് ചെയ്തു, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. മൂവ് ഒബ്വിയസ്ലി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരത്തില്ലേ? ആ വർക്ക് എത്രയായിരിക്കും? സോ വർക്ക് ഡൺ, നമ്മൾ സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സ് അല്ലേ മൂവ് ചെയ്തത്. ഒബ്വിയസ്ലി ആ വർക്ക് ഡൺ സ്മോൾ വർക്ക് ഡൺ ആയിരിക്കും. എന്തായിരിക്കും? മൈനസ് ഇ ഇൻറ്റു ഡി എക്സ്. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മളിവിടെ നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ എടുത്ത്, സോ വർക്ക് ഡൺ നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് പി ആയിട്ട് പറഞ്ഞൂടെ. സോ പൊട്ടൻഷ്യൽ നമ്മൾ പിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യും, ഇത് ഡിറൈവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടിയടാ? Q divided by 4 pi epsilon 2r. That means potential is equal to KQ divided by R. ഇതാണ് പൊട്ടൻഷ്യൽ, KQ divided by R. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? സിംപ്ലി KQ by R ആയിരിക്കും. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യൽ ഫോർമുല കിട്ടി. ദാറ്റ് ഈസ് KQ divided by R. K into Q divided by R. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നമുക്ക് കാണാം എന്ത്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. എന്നാണ് നമുക്ക് സിംപിളി പറയുകയാണെങ്കിൽ, നമ്മളെ കയ്യിൽ എന്തുണ്ട്, ഇവിടെ ഒരു ചാർജ് പ്ലസ് ക്യൂ ഉണ്ട്, ചാർജ് പ്ലസ് ക്യൂ ഉണ്ട്. ഓക്കെ, എനിക്ക് ഇവിടെ ഞാനൊരു പോയിന്റ് പി എടുത്തു. ആ ചാർജ് പ്ലസ് ക്യൂ ആർ ഡിസ്റ്റൻസ് അകലെയാണ്. സോ പൊട്ടൻഷ്യൽ അറ്റ് പി എന്താ വരുന്നത്? കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന് ഡയറക്ഷൻ ഒന്നും ഇല്ലേ, സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. യെസ്. ഓക്കെ, അടുത്ത നമുക്ക് കാണാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു എൻ ഇലക്ട്രിക് ഡൈപോൾ. നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് കണ്ടു. നമുക്ക് അടുത്ത കാണാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, യെസ്. സോ ഇതാണ് നമ്മള് ഡൈപോൾ. നോക്ക്, ഇവിടെ മൈനസ് ക്യൂ ഉണ്ട്, ഇവിടെ പ്ലസ് ക്യൂ ഉണ്ട്. സോ ബേസിക്കലി ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈനസ് ക്യൂ പ്ലസ് ക്യൂ, ദാറ്റ് ഈസ് 2y. ഓക്കെ, ഞാൻ റാൻഡം പോയിന്റ് ഇവിടെ പി എടുത്തു, ഇവിടെ എടുത്തു. ഓക്കെ, ആൻഡ് ജസ്റ്റ് ആക്ച്വലി മേക്കിംഗ് തീറ്റ ആംഗിൾ ഫ്രം ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. സോ ഇതിനെ നമ്മൾ ഡെറിവേഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി കിട്ടുന്നത്. സോ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി എത്രയാണ് വരുന്നത്? പി ഡോട്ട് ആർ ക്യാപ്. നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് പി വരുന്നത് എത്രയാണ്? പൊട്ടൻഷ്യൽ അറ്റ് പി വരുന്നത് കെ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, സിമ്പിൾ നമുക്ക് എങ്ങനെ അതിന് നോക്ക്, ഇതാണ് എന്റെ ഡൈപോൾ, ഇത് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ, ഡിസ്റ്റൻസ് സെപ്പറേഷൻ 2, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഡൈപോൾ മൊമെന്റ് പി ഉണ്ടാവും. നമ്മൾ ഡൈപോളിന്റെ സെന്റർ കാണും, അതാണ് ഡൈപോളിന്റെ സെന്റർ കണ്ടു. ഡൈപോളിന്റെ സെന്റർ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ നമ്മൾ പോയിന്റ് സപ്പോസ് ഇവിടെയാണ്, ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പോയിന്റ് പി, അവിടത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു ലൈന് വരക്കുന്നു. ആ ലൈന്
ആ ലൈന് ആരുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കാണേണ്ടത്? സെന്ററുമായിട്ട്. ഇതാണ് നമ്മളെ തീറ്റ. ഓക്കെ, ഇതാണ് നമ്മളെ തീറ്റ. ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് നമ്മളെ തീറ്റ വരുന്നത്. സോ ഇങ്ങനൊരു കണ്ടീഷൻ ആണെങ്കിൽ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ടല്ലോ. ഇക്വേഷൻ എന്താ വരുന്നത്? പൊട്ടൻഷ്യൽ അറ്റ് പി ഇസ് ഈക്വൽ ടു കെ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കെ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലെ? കെ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കെ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു രണ്ട് കേസ് പറയാൻ പറ്റും. ഓക്കെ, ഒന്ന് സപ്പോസ് ഇത് അല്ലെ, നമുക്കിവിടെ രണ്ട് കേസ് പറയാൻ പറ്റും. ഫസ്റ്റ് കേസ് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് കേസ് എന്താണ്? ഫസ്റ്റ് കേസ് എന്ന് പറയാൻ പറ്റും. If the point lies along the axial line of the dipole. നമുക്ക് അപ്പം എന്തെടുക്കാൻ പറ്റും? ആക്സിയൽ ലൈൻ എന്ന് വരുമ്പോൾ തീറ്റ എന്താ അവിടെ? 0 ആവും. തീറ്റ 0 ആവുമ്പോൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഒബ്വിയസ്ലി എങ്ങനെ മാറും? കെ പി കോസ് 0 is 1, so കെ പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലേ? രണ്ടാമത്തൊരു കേസ് നമുക്ക് എന്താ പറയാൻ പറ്റും? രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത്, എന്താണ്? If the point lies along the equatorial line of the dipole. That means ഇതാണ് നമ്മുടെ ഡൈപോള്, ഇതാണ് നമ്മളെ പോയിന്റ് പി. So this theta will be how much? 90 degree. So we know that cos 90 is 0. So potential ആ പോയിന്റിൽ 0 ആയി. ക്ലിയർ അല്ലേ? ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് കുറച്ച് പോയിന്റ് നോക്കാം. ദിസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളെ മെയിൻ ഇക്വേഷൻ അപ്പൊ നമ്മൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. ഇക്വേഷൻ എന്താണ്? നമ്മൾ ഈ ഡയഗ്രം ഓർമ്മിക്കുക. ഇത് -q, ഇത് +q അല്ലെ? ഇത് -q, ഇത് +q. സെന്റർ എടുത്തു. ഇതാണ് നമ്മൾ പോയിന്റ് പിയിലേക്ക് നമ്മൾ ലൈൻ വരച്ചു. സെന്ററിൽ നിന്ന് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് കെ പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഈ ഡയഗ്രം എപ്പോഴും, ഈ ഒരു ഇക്വേഷനും ഈ ഡയഗ്രം എപ്പോഴും അറിയാമെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലം, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നോക്ക്. ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഡിപ്പെൻഡ്സ് not just on r but also on the angle between the position vector and the dipole moment vector p. അല്ലെ? ആക്ച്വലി തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ വെക്ടർ -q2 +q p. ഇതാണ് എന്ത്? പൊസിഷൻ വെക്ടർ r ക്യാപ് അല്ലെ? ഇതാണ്. സോ ആംഗിൾ തീറ്റ is the angle between position vector r and the dipole moment vector p. It is however axially symmetric about p. അല്ലേ? That is, if you rotate the position vector r about p, keeping theta fixed, the points corresponding to p on the constant generated will have the same potential. അല്ലേ? തീറ്റ മാറാത്തിടത്തോളം കാലം പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. The electric dipole potential falls off at large distance as 1/r square, not as 1/r. Characteristic of the potential due to a single charge. Correct അല്ലേ? You can, yes. Okay. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ, സിസ്റ്റം ഓഫ് ചാർജസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ, വി ഹാവ് 2 ചാർജസ് 3 × 10⁻⁸ coulomb and -2 × 10⁻⁸ coulomb are located 15 cm apart. ഓക്കെ, നമുക്ക് ആദ്യം ഇത് വരട്ടാം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ രണ്ട് ചാർജ്. ഒന്നാമത്തെ ചാർജ് എന്താണ്? 3 × 10⁻⁸ coulomb. രണ്ടാമത്തെ ചാർജോ -2 × 10⁻⁸ coulomb. ഓക്കെ, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 15 cm. ക്ലിയർ അല്ലേ? യെസ്. At what point on the line joining the two charges is the electric potential 0? Take the potential at infinity to be 0. ചോദ്യം എന്താണ്? നമ്മൾ ഈ ലൈൻ ജോയിൻ ചെയ്യുന്നു. ഇതിൽ ഏത് പോയിന്റിലാണ് എന്ത് പൊട്ടൻഷ്യൽ 0 ആവുന്നത്? സിമ്പിൾ ആണ്. ഞാൻ എടുക്കുന്നു, ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. സപ്പോസ് എന്ത് എക്സ് ഫ്രം ഈ ചാർജ് 3 × 10⁻⁸. ഓക്കെ, എക്സ് എടുത്തു ഡിസ്റ്റൻസ്.
ഒബിയസ്ലി ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? q മൈനസ് എക്സ്. ഓക്കെ, സോ ഞാൻ ഈ ചാർജിനെ Q1 എന്ന് വിളിക്കുകയാണ്, ഇതിന്റെ ചാർജിനെ Q2 എന്ന് വിളിക്കാം. സോ പൊട്ടൻഷ്യൽ ഞാൻ ഇവിടെ ഉള്ള പോയിന്റ് ഞാൻ പി എടുത്തു. സോ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു Q1. പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു Q1. അടുത്ത് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു Q2. പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു Q1 എത്രയാണ്? കെ Q1 ഡിവൈഡഡ് ബൈ എക്സ്. കെ Q1 ഡിവൈഡ് എക്സ്. പൊട്ടൻഷ്യൽ ഡയറക്ഷൻ ഇല്ല, ജസ്റ്റ് പ്ലസ്, ജസ്റ്റ് എന്താണ് നമ്പേഴ്സ് ആണ്. മൈനസ്, പോസിറ്റീവ് അങ്ങനെയുണ്ട്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു Q2 എത്ര വരിക? കെ Q2 ഡിവൈഡഡ് ബൈ 15 മൈനസ് എക്സ് മൈനസ് വൈ. ദിസ് നെഗറ്റീവ് ചാർജ്. നമ്മൾ കണ്ടീഷൻ എന്താണ്? അറ്റ് പി പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അറ്റ് പി പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ഇതിന്റെ സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതിന്റെ സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതിന്റെ സം 0 ആയിരിക്കണ്ടേ? നമുക്ക് എങ്ങനെ എടുക്കാം? KQ1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് മൈനസ് KQ2 ഡിവൈഡഡ് ബൈ 15 minus x is equal to 0. So we can write KQ1 divided by x is equal to KQ2 divided by 15 minus x. നമ്മൾ എക്സ് അല്ലേ കാണേണ്ടത്? എന്നാണ് കാണാൻ പറഞ്ഞത്? അറ്റ് വാട്ട് പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ്. ഓക്കെ, ഏത് പോയിന്റിലാണ് 0 ആവുന്നത്? ഓക്കെ, ഇങ്ങനെ കിട്ടിയില്ലേ? നമുക്ക് ഇതിന് സിംപ്ലി എക്സ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് Q1 ആണ് എത്ര? 3 × 10⁻⁸. സോ നമുക്ക് കെ ഇവിടെ കട്ട് ചെയ്യാം. Q1 is 3 into 10⁻⁸ coulomb divided by x equal to Q2 is, നമ്മൾ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി മൈനസ് എടുത്തിരുന്നു. 2 × 10⁻⁸ coulomb divided by 15 minus x. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ 10⁻⁸ coulomb കട്ട് ചെയ്യാം. സോ വി ഗോട്ട് 3/x is equal to 2 divided by 15 minus x. That is 3 into 15 minus x is equal to 2x. 3 into 15, 45. Minus 3x is equal to 2x. That is 45 equal to 5x. That is x is equal to 9 centimeter. So, Q1 എന്ന് 9 centimeter അകലെയാണ് നമുക്ക് കിട്ടുക. നെറ്റ് പൊട്ടൻഷ്യൽ 0 കിട്ടുന്നത്. ഓക്കെ, സോ കിട്ടി, കണ്ട 9 centimeter. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ഇതാണ് ആക്ച്വലി പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജ്. നമ്മൾ സിംപിളി നമുക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടൻഷ്യൽ ആക്ച്വലി by the superposition principle, potential V at P due to total charge configuration is the algebraic sum of the potential due to individual charges. That is important thing. See, potential due to a system of charges is the algebraic sum of the potentials due to individual charges. See, algebraic sum ആണ്. എന്താണ്? algebraic sum ആണ്. Okay, algebraic sum of the potentials due to the individual charges. The individual charges കൊണ്ടുള്ള പൊട്ടൻഷ്യൽസിന്റെ ആൾജിബ്രായിക് സം ആണ് ടോട്ടൽ പൊട്ടൻഷ്യൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഇതില് ബ്യൂട്ടിഫുള്ളി എന്താണ് എക്സ്പ്ലെയിൻഡ് ആണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് കാണാം? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് കാണാം. സിംപ്ലി വാട്ട് ഈസ് മെൻ ബൈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്? എന്താണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ഇക്യു പൊട്ടൻഷ്യൽ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് സിംപ്ലി മീൻ ബൈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്? ഇക്യു പൊട്ടൻഷ്യൽ ഇതാണത്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ the surface over which the electric potential is same is called an equipotential surface. An equipotential surface. So what is an equipotential surface? The surface over which electric potential is same. The surface over which electric potential is same. The surface over which electric potential is same is called an equipotential surface. So what is an equipotential surface?
സർഫസിൽ എല്ലാ സ്ഥലത്തും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമുക്ക് ആ സർഫസിന് എന്ത് പറയാം? ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. Direction of electric field is perpendicular to the equipotential surface. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. രണ്ടാമത്തെ പോയിന്റോ, നോ വർക്ക് ഈസ് ഡൺ to move a charge from one point to another along the equipotential surface. എന്താണ്? No work is done to move a charge from one point to another along the equipotential surface. Because equipotential surface അർത്ഥം എന്താ? എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ മൂവ് ചെയ്യുന്ന വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇല്ല. And the direction of electric field is perpendicular to the equipotential surface. നോക്ക, കണ്ട direction is perpendicular to the equipotential surface. For a dipole നോക്ക്, equipotential surface. Yes. It's two identical positive layers, equipotential surface. Okay. Yes. Clear അല്ലേ? Yes. See, for any charge configuration, equipotential surface through a point is normal to the electric field at that point. Okay. അടുത്തുള്ള കാണാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ? എന്താണ് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മളത് ഡിറൈവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താണ് റിലേഷൻ വരുന്നത്? ഇലക്ട്രിക് ഫീൽഡ് E is actually minus dV divided by dx. This is the relation. E is equal to minus dV divided by dx. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. പ്രോബ്ലം ഉണ്ട് ഇതില്, നമുക്ക് എന്ത് ചെയ്യാം? എക്സസൈസിൽ ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E is equal to minus dV divided by dx. ഓക്കെ, എങ്ങനെ ഞാനിത് ഡിറൈവ് ചെയ്തു എന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. നോക്ക്. സി, നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? കൺസിഡർ ടു ക്ലോസ്ലി സ്പേസ്ഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എ ആൻഡ് ബി. നമ്മൾ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്, എയും ബിയും, വിത്ത് പൊട്ടൻഷ്യൽ വാല്യൂസ് വി ആൻഡ് വി പ്ലസ് ഡെൽ വി. ഇത് വി ആണ്, വി പ്ലസ് ഡെൽ വി. where del V is the change in V in the direction of the electric field. Electric field direction ഇങ്ങോട്ടാണ്. Okay, yes. Let P be a point on the surface B. Okay. Del L is the perpendicular distance of the surface A from P. Imagine that a unit positive charge is moved along this perpendicular from the surface B to surface A against the electric field. The work done in this process will be E into del L. Clear? E into del L. This work equals the potential difference VA minus VB. So E into del L is VA minus VB. VA minus VB is actually del V. So electric field is equal to del V upon del L. Negative. See, yes. So electric field is in the direction in which the potential decreases. So potential decrease. See, electric field is in the direction in which the potential decreases steepest. Its magnitude is given by the change in magnitude of potential per unit displacement normal to the equipotential surface at that point. Simply പറഞ്ഞാല്, സോ സി, ഈ ഇവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? കുറഞ്ഞു വരാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. Electric field is in the direction in which the potential decreases and its magnitude is given by the magnitude of potential per unit displacement normal to the equipotential surface at that point. That is what electric field E is equal to minus dV divided by dx. Minus dV divided by dx. Okay. Yes. അടുത്ത നമുക്ക് കാണാം പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് സിമ്പിൾ ആണ്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. Q1 Q2 ഡിസ്റ്റൻസ് R12 ആണെങ്കിൽ സിംപ്ലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? K Q1 Q2 ഡിവൈഡഡ് ബൈ R. R സ്ക്വയർ ഇല്ല, R. യെസ്.
ഇതാണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജ്. ക്ലിയർ അല്ലേ? കൂടുതൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. യെസ്, വി ഹാവ് എ ക്വസ്റ്റൻ ഹിയർ. അതും കൂടി അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ് എന്ത് ചെയ്യാം, ക്ലിയർ ആവും. ഓക്കെ, ചോദ്യം എന്താണ്? 4 charges are arranged at the corners of a square ABCD of side D. സൈഡ് D ആണ്, 4 ചാർജ് ഉണ്ട്. ഓക്കെ, എന്താണ് കാണേണ്ടത്? ഫൈൻഡ് ദ വർക്ക് റിക്വയർഡ് ടു പുട്ട് ടുഗദർ ദിസ് അറേഞ്ച്മെന്റ്. ഈ അറേഞ്ച്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വർക്ക് ചെയ്യണം? സോ ഇപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അത്രയും വർക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കിയത്. ഇപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചാൽ അതാണ് എന്ത് ആക്ച്വലി വർക്ക് റിക്വയർഡ് ടു പുട്ട് ടുഗദർ ദിസ് അറേഞ്ച്മെന്റ്. നമ്മുടെ ടാസ്ക് എന്താണ്? ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണാനാണ് നമ്മുടെ ടാസ്ക്. ടാസ്ക് എന്താണ്? ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണാം. ഇവിടെ ആക്ച്വലി എത്ര ചാർജ് ഉണ്ട് നമ്മുടെ കയ്യിൽ? 4 ചാർജ് ഉണ്ട്. അപ്പോ എത്ര പെയർ ഉണ്ടാക്കാം? നമുക്ക് എത്ര പെയർ ഉണ്ടാക്കാം? 4 into 3 divided by 2 അല്ലെ? എത്ര പേരുണ്ടാക്കാം നമുക്ക്? 6 പേരുണ്ടെങ്കിൽ ഇവിടെ 1 2 3 4 5 6. എങ്ങനെയാണ് 6 കിട്ടിയത് എന്നറിയാവോ? ആക്ച്വലി നമുക്കൊരു ഫോർമുല ഉണ്ട്. ആക്ച്വലി n into n-1/2 പെയർ നമുക്ക് ഉണ്ടാക്കാം. n into n-1/2 പെയേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ സിസ്റ്റം എന്താണ് ഇവിടെ ഒന്ന് മാറ്റി വരക്കട്ടെ. ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം നമുക്ക് സിംപിളി അങ്ങനെ കാണാൻ പറ്റും. സോ ഇവിടെ ആരുണ്ട്? -q അല്ലെ? ഇവിടെ +q, റഫ് പിക്ചർ ആണ്. ഇവിടെ -q, ഇവിടെ +q, ഡിസ്റ്റൻസ് d. ഓക്കെ, നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആണ് കാണേണ്ടത്. ആദ്യം നമ്മൾ എന്ത് കണ്ടു? എത്ര പെയർ ഉണ്ടാകും നോക്കി. ഇവിടെ നമുക്ക് 6 പെയർ കിട്ടണം. 6 പെയർ. ഓക്കെ, സോ ഒന്നാമത്തെ പെയർ നോക്കാം. സോ ഒന്നാമത്തെ പെയർ k 1 2 3 4. ആദ്യം 1 and 2 എടുക്കാണ്. സോ k q² മൈനസ് വരത്തില്ലേ, ഡിവൈഡഡ് ബൈ t പ്ലസ് രണ്ടാമത്തെ പേര് 2ഉം 3ഉം അഗെയിൻ k q² മൈനസ് ഡിവൈഡഡ് ബൈ t. മൂന്നാമത്തത് 3ഉം 4ഉം k q² മൈനസ് ഡിവൈഡഡ് ബൈ t പ്ലസ് നാലാമത്തത് 1ഉം 4ഉം k q² മൈനസ് ഡിവൈഡഡ് ബൈ d. അഞ്ചാമത്തത് 1ഉം 3ഉം ദാറ്റ് ഈസ് k q² ബൈ d. ആറാമത്തതോ 2ഉം 4ഉം. സോ മൈനസിന് മൈനസ് പ്ലസ് ആവും. അഗെയിൻ k q² ഡിവൈഡഡ് ബൈ d. ഇതിലെല്ലാം കോമൺ എന്താണ്? k q² ബൈ d കോമൺ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് എവിടെ നിന്ന് നോക്ക്, ഇതും എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് പോകും. ഇതും കട്ട് ചെയ്ത് പോകും. നെറ്റ് എന്താ വരുന്നത്? നെറ്റ് വരുന്നത് നെറ്റ് പൊട്ടൻഷ്യൽ എത്ര വരുന്നത്? നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എത്ര വരുന്നത്? u is comes out as -2kq² ഡിവൈഡഡ് ബൈ d. -2 yes, എത്രയാണ് നെറ്റ് വരുന്നത്? ഓക്കെ ഓക്കെ, ഡിസ്റ്റൻസ് എടുത്തപ്പോ തെറ്റി. യെസ്, നെവർ ഡു ദിസ് മിസ്റ്റേക്ക് അഗെയിൻ. ഓക്കെ, ഇവിടെ നമുക്ക് d എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത് d, യെസ് ഇത് d. ഇതെന്തായിരിക്കും? √2d. √2d²+√2d², ദാറ്റ് ഈസ് √2d. ഇവിടെ എന്ത് വരും? √2d. ഇവിടെയോ √2d. സോ നെറ്റ് പൊട്ടൻഷ്യൽ എത്ര വരും? നെറ്റ് പൊട്ടൻഷ്യൽ എത്ര വന്നു? -4kq² ഡിവൈഡഡ് ബൈ d പ്ലസ് 2kq² ഡിവൈഡഡ് ബൈ √2d. ഓക്കെ, കട്ട് ചെയ്ത് നമുക്ക് √2 വരും. നമുക്ക് എന്ത് കോമൺ ആക്കി എടുക്കാം? kq² ഡിവൈഡഡ് ബൈ d കോമൺ ആക്കി എടുക്കാം. സോ √2 മൈനസ് അല്ലെ? ഇതിൽ k വെച്ചിട്ട് സിംപ്ലി 4πε വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് കിട്ടും q² ഡിവൈഡഡ് ബൈ 4πε0d ഇൻറ്റു √2 മൈനസ് 4. ഓക്കെ, അപ്പൊ മൈനസ്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്തൂടെ? ഇവിടെ മൈനസ് വെച്ചിട്ട് 4 മൈനസ് √2 എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, മൈനസ് q² 4πε0d 4 മൈനസ് √2. നോക്ക്, യെസ്, നമുക്ക് സിമ്പിൾ അങ്ങനെ കാണാൻ പറ്റും. രണ്ടാമത്തെ ബി പോർഷൻ എന്താണ്? ബി പോർഷൻ എ ചാർജ് q0 ഈസ് brought to the center E of the square. The 4 charges being held fixed at its corner. How much extra work is needed to do this? ഓക്കെ, ഒരു സ്മോൾ q0 നമുക്ക് എന്ത് ചെയ്യണം? പിയിലേക്ക് ഇയിലേക്ക് കൊണ്ടുവരണം. So how much extra work is needed to do this? എത്ര എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും? The work done depends only on the arrangement of the charges and not how they are assembled.
Okay, okay. See, by the extra work necessary to bring a charge Q naught to the point E when four charges A, B, C, D, E is actually equal to Q naught into electrostatic potential at E due to the charges at A, B, C, D. Yes. Okay, so electrostatic potential at E is clearly zero since potential to A, C are cancelled by the due to B and D. Hence, no work is required to bring any charge to point E. Because കാരണം എന്താണ് സി അറ്റ് പോയിന്റ് ഇയിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും സീറോ കാരണം നോക്ക് ഇവിടെ നോക്ക് സെയിം ഡിസ്റ്റൻസ് ആണ് അല്ലെ രണ്ട് പോസിറ്റീവ് രണ്ട് മൈനസും വരും സോ നെറ്റ് ക്യാൻസൽ ചെയ്തു ക്ലിയർ അല്ലേ യെസ് സോ ഒരു വർക്കും ചെയ്യണ്ട അടുത്തത് പൊട്ടൻഷ്യൽ എനർജി ഇൻ എൻ എക്സ്റ്റേണൽ ഫീൽഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻ എൻ എക്സ്റ്റേണൽ ഫീൽഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ് എന്താണ് വരുന്നത് ബി പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓക്കെ ക്ലിയർ അല്ലേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ത് potential energy of a single charge. Potential energy of a single charge. Actually, എന്താണ് Q into B. U is equal to Q into B. Where B എന്താണ് potential at that point. B എന്തായിരിക്കും potential at that. Okay. Yes. കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. Because if an electron with a charge Q, that is actually how much E is equal to 1.6 × 10⁻⁹ coulomb, is accelerated by a potential difference delta V that is 1 volt. It would gain energy that is Q into delta V 1.6 × 10⁻⁹ joule. And this unit of energy is defined as 1 electron volt. 1 electron volt is equal to 1.6 × 10⁻⁹ joule. The unit based on EV are most commonly used in atomic, nuclear, and particle physics. Okay. At the potential energy of a system of two charges in an external field. System of two charges in an external field. Q1V plus Q2V plus Q1 Q2 divided by the potential energy of a system of two charges in an external field. രണ്ട് സിസ്റ്റം വരുമ്പോൾ നോക്ക് potential energy of a system of two charges in an external field. അങ്ങനത്തെ കേസ് ആകുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഇൻ അസംബ്ലിംഗ് ദ കോൺഫിഗറേഷൻ എന്തായിരിക്കും Q1V plus Q2V plus Q1 Q2 divided by 4 pi epsilon naught R12 അല്ലെ Q1V plus Q2V plus Q1 Q2 divided by 4 pi epsilon naught R12 ഇത് നോക്കിക്കോ ഒരു എക്സാമ്പിൾ ഇത് നോക്കിയാൽ സിമ്പിളി എല്ലാം മനസ്സിലാവും സി ഓക്കെ എക്സ്റ്റേണൽ ഫീൽഡ് ഉള്ള ഇവിടെ സെപ്പറേറ്റ് suppose the same system is not present. Yes, okay. Okay. See, നമ്മുടെ കയ്യിൽ എന്തുണ്ട് സിസ്റ്റം സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് two charges 7 microcoulomb and -2 microcoulomb and with no external field placed at -9 centimeter. Okay, 9 centimeter. Okay. നമ്മുടെ സിസ്റ്റം നോക്ക് രണ്ട് ചാർജ് ഉണ്ട് -7 microcoulomb -2 microcoulomb 7 microcoulomb -2 microcoulomb. Okay, 7 -2. Okay. Separated by a distance of -9. So how much എത്രയായിരിക്കും 18 centimeter. Okay. Suppose that the same system of charges is now placed in an external electric field. External electric field ഉണ്ടോ നോക്കിയോ. That is E equal to A into 1/r². A is 9 into 10⁵. Okay. ഒരു external electric field ആണുള്ളത്. That is E is equal to A divided by R², where A is given as 9 into 10⁵. 9 into 10⁵. Okay. SI units ആണുള്ളത്. What would be the electrostatic energy of the configuration? Okay. ഇങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർ തമ്മിലുള്ള കൊണ്ടുള്ള കിട്ടും അതെത്രയായിരിക്കും Q1 Q2 divided by ഓക്കെ അത് ഇവിടെ ഫസ്റ്റ് സോൾവ് ചെയ്ത് എത്രയാണ് -0.7 ജൂൾ എത്രയാണ് വരുന്നത് -0.7 ജൂൾ. ഓക്കെ ഇപ്പോൾ നോക്കുക ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ആണുള്ളത് ഇപ്പം കണ്ട ഈ രണ്ട് ഫാക്ടറുകളും Q1V plus Q2V. ഓക്കെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഗിവൺ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഗിവൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ എങ്ങനെ എത്തിക്കും നമുക്കറിയാം E equal to -dV divided by dx. So C പൊട്ടൻഷ്യൽ എങ്ങനെ കാണാം നമുക്ക് ഇന്റഗ്രൽ E dot dx. Potential will be integral E dot will be how much integral A dot dx. Okay, yes, clear അല്ലേ ഇന്റഗ്രൽ A dot dx.
ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ എത്രയാണ്? എ ബൈ ആർ സ്ക്വയർ. എ ബൈ ആർ സ്ക്വയർ ഡി ആർ എത്ര വരുന്നത്? എത്ര വരും ഇത്? എ നമുക്ക് പുറത്തെടുക്കാം. ആർ റൈസ് ടു മൈനസ് 2 ഡി ആർ. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എത്രയാണ്? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ n plus 1 അല്ലേ? ഹൗ മച്ച്? a into integral r raised to minus 2 plus 1, that is minus 1. So r raised to minus 1 divided by minus 1. So എത്ര കിട്ടി എനിക്ക്? മൈനസ് a divided by r. മൈനസ് a divided by r ആണ് പൊട്ടൻഷ്യൽ വരുന്നത്. മൈനസ് a divided by r. മൈനസ് a divided by r. So q1 b എത്ര വരും? 7 into 10 raised to minus 6 b എത്രയാണ്? മൈനസ് a divided by r. So മൈനസ് a divided by r. r എത്ര ഇവിടെ? Suppose what would be the electrostatic configuration? R എത്ര വരുന്നത്? R minus 9 centimeter. Okay, minus 9 centimeter. Minus 9 centimeter. So minus 9 centimeter means minus 9 into 10 raised to minus 2. Okay, ഇത് പ്ലസ് എന്തൊരു ആഡ് ചെയ്യണം? അടുത്ത ചാർജ് minus 2. So minus 2 into 10 raised to minus 6 into minus a divided by 9 into 10 raised to minus 2. എന്ത് കോമൺ ആണ് ഇതിലെന്ത് കോമൺ ആണ്? കോമൺ ആക്കി എടുക്കാം. എ ഡിവൈഡഡ് ബൈ 9 into 10 raised to minus 2 അല്ലേ? കോമൺ ആക്കി എടുത്താല് പോട്ടെ ഇത് പോട്ടെ കേട്ടോ. മൈനസ്, സോ എങ്ങനെ എടുക്കാം ഇത്? 7 into 10 raised to minus 6 minus 2 into 10 raised to minus 6. ക്ലിയർ അല്ലേ? യെസ്. എ എത്രയാണ്? 9 into 10 raised to 5. So 9 into 10 raised to 5 divided by 9 into 10 raised to minus 2 into 10 raised to minus 6 നമുക്ക് എടുക്കാം. 7 minus 2, that is 5. Okay, 9 കട്ടായി. minus 2 minus 4 10 raised to minus 4 ബാക്കിയുണ്ട് അവിടെ. minus 4 10 raised to, so 10 into 5, that is 50 ആണ് വരുന്നത്. യെസ്, അപ്രോക്സിമേറ്റ് കിട്ടും. നമുക്ക് എന്താ കിട്ടും? നമുക്ക് 50 ജൂൾ. ഓക്കെ, 50 ജൂളും പിന്നെ ഇതുമില്ല, മൈനസ് 0.7. 50 മൈനസ് 0.7 ജൂൾ എത്ര വരും നമുക്ക്? 49.3. എത്ര കിട്ടുന്നു? 49.3 ജൂൾ. നമുക്ക് കോൺസെപ്റ്റ് കിട്ടിയില്ലേ? ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ആയിരിക്കുമ്പോ Q1V plus Q2V plus എക്സ്റ്റേണൽ ഫീൽഡ് ആയിരിക്കുമ്പോ യെസ് Q1V plus Q2V plus Q1 Q2 divided by 4 pi epsilon naught R. ക്ലിയർ അല്ലേ? R. ഓക്കെ, സോ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, പിന്നെ നാളെ നമുക്ക് എന്ത് കാണാം? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് കാണണം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മൾ കണ്ടക്ടേഴ്സിലേക്ക് കടക്കും. കണ്ടക്ടേഴ്സിലേക്ക് ഷീൽഡിങ്, അത് നമ്മൾ കപ്പാസിറ്ററിലേക്ക് പോകും. ഡയലക്ട്രിക്സ്, പോളറൈസേഷൻ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും നോക്കി കാണാനുണ്ട്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഓൾ. സോ ഐ തിങ്ക് ഇന്നത്തേക്ക് ഒന്ന് മതി, ഇത്രയും മതി. ഞാനിവിടെ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. താങ്ക് യു.